ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഈദ് വ്ളോഗായിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈച്ചിട്ട് മുറ്റൊക്കെ അടിച്ച് വാരിയിട്ട് കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പോൾ ഉമ്മ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു. ആദ്യമാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ എണീച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് പള്ളി പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇവൻ ഒരുങ്ങിക്കഴിഞ്ഞ് ജുബയും മുണ്ടാണ് അവൻ ഇട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യേ. അങ്ങനെ ഇവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു, കാരണം നാട്ടിൽ അവൻ്റെ ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ. അങ്ങനെ പള്ളിയിലൊക്കെ പോയി അവൻ തിരിച്ചു വന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പത്തിരിയും പിന്നെ ചിക്കൻ പൊരിച്ചതും പിന്നെ ബീഫ് കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ കസിൻസിൻ്റെ അവിടേക്കൊക്കെ പോവുകയാണ്. ഫസ്റ്റ് മൂത്താപ്പാടക്കാണ് പോയത്. അങ്ങനെ അവിടെ കുറേ ആടൊക്കെ ഉണ്ട്. അങ്ങനെ അവരെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുഞ്ഞുപ്പാടക്ക് പോയി. അവിടെയും കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കേക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഞാനിട്ട മൈലാഞ്ചി ആണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യേ. അങ്ങനെ പിന്നെ ഞങ്ങൾ മൂത്താപ്പാടക്കാണ് പോയത്. അവിടെ ചെന്ന് അവിടെ ആണെങ്കിൽ കുറേ ഉണ്ണോളുണ്ട് കേട്ടോ. അപ്പോൾ അവർ മൈലാഞ്ചൊക്കെ ഇട്ടത് എനിക്ക് കാണിച്ചു തരാണ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കുകയാണ്. ബിരിയാണിയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ ആദുവിനെ അവൻ്റെ മാമാർക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഫസ്റ്റ് തന്നെ ഒരു ജ്യൂസൊക്കെ തന്ന് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പെരുന്നാളായിട്ട് സ്പെഷ്യലായിട്ട് കുറേ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ആദുവിന് ഫസ്റ്റൊക്കെ വിഷമമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ മാറിയിട്ട് അവൻ ഞങ്ങളെ യാത്ര അയച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് നേരെ മാമാടക്കാണ് പോയത്. അവിടെ ആണെങ്കിൽ ഇവർ ഫുൾ ടൈം ഫ്രീ ഫയർ കളിക്കുകയാണ്. അങ്ങനെ ഞാൻ ബാക്കിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നമ്മളെ പെരുന്നാളിന് പോത്തിനറക്കില്ലേ, അത് അവിടെ ബാക്കിലെ പറമ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ അത് നോക്കി നിന്ന്. പിന്നെ ഇവിടേക്ക് വരുന്ന ആൾക്കാരൊക്കെ അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയുള്ള പെരുന്നാൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് തരാം. ബൈ.